വെൽക്കം ബാക്ക്. ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഏത്തയ്ക്ക അല്ലെങ്കിൽ നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള ഒരു നല്ലൊരു ഡെസേർട്ടാണ്. അപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ഒരു കുഞ്ഞു ബെൽ ഐക്കൺ കൂടി ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഒരു വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാവില്ല. അപ്പോൾ ഇന്നത്തെ റെസിപ്പിയിലേക്ക് പോവാം. ഇനി ഞാൻ കുറച്ച് ദിവസം മുമ്പ് മാംഗോ ഫലൂദ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ മാങ്ങ യൂസ് ചെയ്യുന്നതിന് പകരം അതിൽ ഏത്തയ്ക്ക യൂസ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു ഐഡിയ ആണിത്. അപ്പോൾ അതുപോലത്തെ ഒരു ഡെസേർട്ടാണ്, കുറച്ചുകൂടെ ഒന്ന് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയതാണ്. നമ്മൾ റമദാനൊക്കെ വരില്ല, അപ്പോൾ കുറച്ചുകൂടെ ഹെൽത്തി ആവാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു ഡെസേർട്ട് റെഡിയാക്കാൻ വേണ്ടി നമുക്കൊരു 2 ഏത്തയ്ക്ക നന്നായിട്ട് പഴുത്തിട്ടുള്ള, ഒരുപാട് പഴുപ്പ് വേണ്ട എന്നാലും അത്യാവശ്യം പഴുപ്പുള്ള 2 ഏത്തയ്ക്ക ഞാനിപ്പോൾ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റീം ചെയ്യാം, അതായത് ആവി കൊള്ളിച്ചിട്ട് പുഴുങ്ങിയെടുക്കാം. ഉപ്പ് ചേർത്തിട്ടാണ് ഞാൻ പുഴുങ്ങിയെടുക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഞാനൊരു പാനിൽ കുറച്ച് അവൽ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ചെറിയൊരു ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ക്രിസ്പി ആവുന്നത് വരെ ഒന്ന് വറുത്തെടുത്താൽ മതി. അപ്പോൾ അവല് വറുക്കാനും അതുപോലെ തന്നെ പഴം പുഴുങ്ങാനൊക്കെ എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ഡെസേർട്ട് റെഡിയാക്കാൻ അത്യാവശ്യം വേണ്ട ചേരുവകൾ. അപ്പോൾ പഴമൊക്കെ ഇപ്പോൾ നന്നായിട്ട് പുഴുങ്ങിയിട്ട് തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഉടച്ചെടുക്കാനുണ്ട്. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് സ്ട്രോബെറീസ് എടുത്തിട്ടുണ്ട്, ചെറിയ കഷ്ണങ്ങളാക്കിയത്. ഞാൻ ഫ്രൂട്ട് ഏതെങ്കിലും ചേർക്കുന്നതിന് പകരം ഞാൻ സ്ട്രോബെറി ചേർത്തതേ ഉള്ളൂ. ഏത് ഫ്രൂട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കുറച്ച് കളർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് സ്ട്രോബെറി ചേർത്തതാണ്. പിന്നെ നമുക്കിതിലേക്ക് അത്യാവശ്യം വേണ്ട വേറൊരു സംഭവമാണ് ചിയ സീഡ്. അപ്പോൾ ചിയ സീഡ് ഇല്ലാന്നാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇത് വെയിറ്റ് ലോസിനുള്ള ഒരു ഡെസേർട്ട് ആയതുകൊണ്ട് ഞാൻ ചിയ സീഡ് ചേർക്കുന്നത്. അപ്പോൾ വെയിറ്റ് ലോസ് അല്ല, ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡെസേർട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചിയ സീഡ് ചേർക്കുന്നത്. അപ്പോൾ ചിയ സീഡ് വേണ്ടാന്നുള്ളവർക്ക് സബ്ജ സീഡ് ചേർക്കാം, അല്ലെങ്കിൽ കസ്കസ് ചേർക്കാം. അപ്പോൾ ഇതാണ് ചിയ സീഡ്. ഞാൻ ലുലുന്ന് വാങ്ങിച്ചതാണ്. ഇതെല്ലായിടത്തും കിട്ടുന്നുണ്ട്. ഇവിടെ UAE എല്ലായിടത്തും കിട്ടുന്നുണ്ട്. നാട്ടിൽ കിട്ടുമോയെന്ന് അറിയില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള അവല് വേണം. അവല് ഇതിന്റെ മെഷർമെന്റ് ഒന്നും ഇല്ല, ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇത് വറുത്ത് വെച്ചിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള അവലാണ്. പിന്നെ ഇതിലേക്ക് നമ്മൾ എല്ലാ ചേരുവകളും നമ്മുടെ പാകത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക. ഓരോരുത്തരുടെയും ഇഷ്ടം പോലെ ചേർക്കുക കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് അല്പം നട്ട്സ് വേണം. ഞാനിപ്പോൾ ഇവിടെ വാൾനട്ടും എടുത്തിട്ടുണ്ട്, അതുപോലെ കാഷ്യൂസും എടുത്തിട്ടുണ്ട്, ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ പഞ്ചസാരക്ക് പകരം ചേർക്കുന്നത് ബ്രൗൺ ഷുഗർ ആണ്. അപ്പോൾ പഴം നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് മധുരം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ബ്രൗൺ ഷുഗർ ചേർക്കുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു റെസിപ്പിയിലേക്ക് കൂടുതൽ മധുരം വേണമെന്നുള്ളവർക്ക് സാധാ പഞ്ചസാര ചേർക്കാം. പിന്നെ ഞാൻ കുറച്ച് പാലും ചേർക്കുന്നുണ്ട്, അതും ആവശ്യത്തിന് എടുക്കാം. ഇനി നമുക്ക് ഈ ചിയ സീഡ് ഇതിലേക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് കുറച്ച് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ ചിയ സീഡിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലാക്ക് കസ്കസ് യൂസ് ചെയ്യാം, അതുമല്ലെങ്കിൽ സബ്ജ സീഡ് യൂസ് ചെയ്യാം. സബ്ജ സീഡ് ആണെങ്കിൽ ഇതുപോലെ തന്നെ സോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ ഇത് പെട്ടെന്ന് സോക്കായി കിട്ടും, നമുക്കവിടെ മാറ്റി വെക്കാം. ആ നേരം കൊണ്ട് നമുക്ക് ഈ ഏത്തയ്ക്ക പുഴുങ്ങി വെച്ചത് ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഈ ഉടച്ചെടുക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലെൻഡർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഒരുപാട് കട്ടകളൊന്നും കൂടാതെ ഒന്ന് ഉടച്ചെടുക്കണം. അപ്പം ബ്ലെൻഡർ യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്, അല്ലെങ്കിൽ ഇതുപോലെ കൈകൊണ്ടൊന്ന് ഉടച്ചെടുക്കാം. അപ്പം ഞാൻ മാക്സിമം ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഒരു പാൽ ഒഴിച്ചു കൊടുക്കാം, ഒന്നുകൂടെ ഒന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് ഭയങ്കര തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി അല്ല, അപ്പോൾ അതുകൊണ്ട് കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. പിന്നെ ഞാൻ ഈ ഒരു ഡെസേർട്ടിൽ ഒരുപാട് പഞ്ചസാര ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം, അതൊക്കെ ചേർക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ് കേട്ടോ. അപ്പം ഹെൽത്തി ആയിട്ടുള്ളവർക്കും അല്ലെങ്കിൽ സാധാരണക്കാർക്കും ചെയ്യാൻ പറ്റുന്നൊരു ഡെസേർട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതായത് ബ്രൗൺ ഷുഗർ ആണ് ചേർക്കുന്നത്. ഒരു 5 ടീസ്പൂണാണ് ചേർക്കുന്നത്. അപ്പം മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ഡെസേർട്ടിലേക്ക് പഞ്ചസാര ചേർക്കുന്നത് ഈ പഴത്തിലേക്ക് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുള്ളവർക്ക് പാലിലും പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചിയ സീഡ് ഇപ്പോൾ നന്നായിട്ട് സോക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ സെർവ് ചെയ്യുന്നത് എങ്ങനെ നോക്കാം. ഞാനിപ്പോൾ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്.
ആദ്യത്തെ ലെയറായിട്ട് ഞാൻ ഈ പഴം പഞ്ചസാരയും കൂടി മിക്സ് ചെയ്തതുണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. ഞാൻ ചെറിയ ഗ്ലാസ്സുകളാണ് എടുത്തിട്ടുള്ളത്. മാംഗോ ഫലൂദ ഉണ്ടാക്കിയത് വലിയ ഗ്ലാസ്സിലായിരുന്നു. അപ്പോൾ ഒരുപാട് നമ്മൾ മാങ്ങ ജ്യൂസ് അടിച്ചതൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ കുറച്ച് മാത്രം മതി. നമ്മൾ ഒരുപാട് ലെയേഴ്സ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് സ്ട്രോബെറി പീസാക്കിയത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്ട്രോബെറിക്ക് പകരം നിങ്ങൾക്ക് ഏത് ഫ്രൂട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഈ നോമ്പായതുകൊണ്ട് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഡെസേർട്ട് എന്തെങ്കിലും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരേപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണിത്. മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് കണ്ടൻസ്ഡ് മിൽക്കോ അല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി ഈ ഒരു ഡെസേർട്ടിലേക്ക്. ഇനി നമുക്ക് ഒരു ലെയറായിട്ട് ചിയാ സീഡ് നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചല്ലോ അത് ഇട്ട് കൊടുക്കാം. എല്ലാം കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. എനിക്ക് പൊതുവേ ഈ ഏത്തക്ക വെച്ചിട്ടുള്ള ഡെസേർട്ട്സും അതുപോലെ സ്നാക്സും ഒക്കെ ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഏത്തക്ക വെച്ചിട്ടുള്ള ഡെസേർട്ട്സും സ്നാക്സൊക്കെ ഷെയർ ചെയ്യുന്നതന്നെ. ഇനി നമുക്കിതിലേക്ക് അവിൽ ചേർത്ത് കൊടുക്കാം. അവിൽ കുറച്ചധികം ഞാൻ ചേർക്കുന്നുണ്ട്. വറുത്ത അവിലാണ് ചേർക്കുന്നത്. പിന്നെ ഈ അവിൽ ചേർക്കുമ്പം നമ്മൾ ആ ഒരു ഡെസേർട്ട് പെട്ടെന്ന് കഴിക്കണം, അല്ലെങ്കിൽ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുക. നമ്മളിപ്പം കഴിക്കുന്നില്ലെങ്കിൽ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുക. കാരണം ആ ഒരു ക്രഞ്ചിനെസ് നമ്മൾ കഴിക്കുന്ന സമയത്ത് കിട്ടണം അവിൽ ചേർത്ത് കൊടുക്കുമ്പോൾ. ഇനി നമുക്കിതിലേക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ അത്താഴത്തിന്, അതായത് നോമ്പൊക്കെ ആയതുകൊണ്ട് അത്താഴം കഴിക്കലൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്ത് കഴിക്കുകയാണെങ്കിൽ ആ ഒരു ദിവസം മുഴുവനും അത്യാവശ്യം വിശപ്പൊന്നും ഇല്ലാതെ നമുക്ക് ഇരിക്കാൻ, എനർജറ്റിക് ആയിട്ട് ഇരിക്കാൻ ഒരുപാട് സഹായിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി ഞാൻ ഒരു ലെയറും കൂടി നമ്മൾ ഈ ഏത്തയ്ക്ക പുഴുങ്ങിയത് പഞ്ചസാരയും കൂടി മിക്സ് ചെയ്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് ഒരു സ്പൂൺ ഇങ്ങനെ കമഴ്ത്തി വെച്ചിട്ട് വേണം ഈ പാൽ ഒഴിച്ചു കൊടുക്കാൻ. എല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പഞ്ചസാര അല്ലെങ്കിൽ മധുരം പ്രശ്നമില്ലാത്തവർക്ക് ഈ പാൽ ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പ് പാലിൽ വേണമെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ട് ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ പാലിൽ പഞ്ചസാര മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വേണം ഇത് ഇങ്ങനെ ഒഴിക്കാൻ കേട്ടോ. ഇനി ഡെക്കറേഷനായിട്ട് ഞാൻ കുറച്ച് അവിൽ വറുത്തതും ഇതുപോലെ ചിയാ സീഡ് നമ്മൾ സോക്ക് ചെയ്തത് കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. കുറച്ച് നട്ട്സും ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു ഡെസേർട്ട് എന്നും, അതായത് അത്താഴത്തിനും അല്ലെങ്കിൽ ഇഫ്താറിനൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ബാച്ചിലേഴ്സിനോടാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് ഈ അവല് നേരത്തെ നമുക്കൊന്ന് വറുത്തിട്ട് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ എടുത്ത് വെക്കാം. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, പുറത്തുതന്നെ വെച്ചാൽ മതി. അങ്ങനെ വരുമ്പോൾ പഴം മാത്രം ഒന്ന് വേവിച്ച് ഒന്ന് ഉടച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഇൻസ്റ്റന്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ഡെസേർട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. പിന്നെ പാലിന് പകരം നിങ്ങൾക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും ചേർക്കാം. സത്യത്തിൽ നമ്മളിപ്പോൾ ഒരു ഫോട്ടോയുടെ ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിത് ഓരോ ലെയറായിട്ട് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളിതെല്ലാം കൂടി ഒരു വലിയൊരു ബൗളിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക വേണ്ടത്. അപ്പോഴാണ് ആ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടല്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ കുറച്ചുകൂടെ മധുരം ഇട്ടിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റാണ്. അപ്പോൾ മധുരം ഇഷ്ടമുള്ളവർക്ക് കുറച്ചുകൂടെ മധുരം ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പം ഞാൻ പറഞ്ഞല്ലോ എല്ലാം കൂടി ഒരു ബൗളിലിട്ടിട്ട് മിക്സ് ചെയ്തെന്ന്. ഇങ്ങനെ കഴിക്കാനാണ് സൂപ്പർ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഡെക്കറേഷനൊന്നും വേണ്ടാന്നുള്ളവർക്ക് ഇങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ നോമ്പിന് ഈ ഒരു ഡെസേർട്ട് എല്ലാവർക്കും വളരെയധികം ഉപയോഗപ്രദമാകുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്സും അറിയിക്കണം. പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നോമ്പിന് തയ്യാറാക്കിയിട്ടുള്ള കുറച്ച് ഡെസേർട്ട്സ് അല്ലെങ്കിൽ കുറച്ച് ഡ്രിങ്ക്സ് ഞാനിപ്പോൾ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം വേണ്ട ഡ്രിങ്ക്സ് ആട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതുകൂടെ ഒന്ന് കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. ഇത് മാങ്ങയും അതുപോലെ തേങ്ങാപ്പാലും കൂടി ചേർത്തിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. വയറ് നിറയാനും അതുപോലെ ദാഹം ശമിക്കാനൊക്കെ നല്ലൊരു ഡ്രിങ്കാണ്. പിന്നെ ഇത് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള തരിക്കഞ്ഞി, റവ കാച്ചിയത് അങ്ങനെയൊക്കെ പറയും. പിന്നെ ഇത് നമ്മുടെ അവിൽ മിൽക്ക്. ഈ ഞാനിപ്പോൾ തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു ഡെസേർട്ട് പോലെ തന്നെയാണ് ഇതും അവിൽ മിൽക്ക്. പിന്നെ ഇത് പാൽ പിഴിഞ്ഞത്, മലബാർ ഒരു ഡെസേർട്ടാണിത്. പാൽ പിഴിഞ്ഞത് ഒട്ടും ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഡെസേർട്ടാണ്. പിന്നെ ഇത് ബദാം മിൽക്ക് ഷേക്ക്, പ്രത്യേകിച്ച് റമദാൻ മാസങ്ങളിലൊക്കെ കൂടുതലായിട്ട് ഉണ്ടാക്കുന്ന ഒരു മിൽക്ക് ഷേക്കാണിത്. പിന്നെ നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള നന്നാരി സർബത്ത്, അതില്ലാണ്ട് നോമ്പില്ല എന്നാണ് പറയാറ്. പിന്നെ ഇത് പാൽ വാഴയ്ക്ക, അതും നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. ഏത്തക്കയും തേങ്ങാപ്പാലും കൂടി ചേർത്തിട്ടുള്ള നല്ലൊരു ഡ്രിങ്കാണ്.
പിന്നെ ഇത് ചിയാ സീഡ് വെച്ചിട്ടുള്ള വേറൊരു ഡ്രിങ്കാണ്. അതിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കാം. എന്നിട്ട് നിങ്ങളുടെ സജഷൻസ് ഒക്കെ നിങ്ങൾ എഴുതി അറിയിക്കാം. താങ്ക്